ഞാൻ ഒല്ലൂർ മേഖലയിൽ DYFIയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അവിടെ പവിത്രൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ CPMയുടെ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന പവിത്രൻ, ഓഫീസ് സെക്രട്ടറി ആയിരുന്ന പവിത്രനാണ് ഇങ്ങനെ വ്യാപാരി വ്യവസായ സമിതി രൂപീകരിക്കുക. അതിൻ്റെ ഭാഗമായാണ് ബെന്നിമട്ടിനെ കാണുന്നത്. ബെന്നിമട്ടിനെ കാണുമ്പോൾ അന്ന് ഒല്ലൂരെ ചാർജ് വഹിക്കുന്ന ജോയ്സൺ പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജോയ്സൺ പോളിൻ്റെ ശ്രമഫലമായി ഞങ്ങളവിടെ ഒല്ലൂർ യൂണിറ്റ് ഒരു 350 മെമ്പർഷിപ്പ് ചേർത്ത് അവിടെ ഒരു 100 പേർക്ക് ലോണുകളൊക്കെ നൽകി നല്ല രീതിയിൽ വ്യാപിച്ചു വരുന്നൊരു ഘട്ടമായിരുന്നു. അങ്ങനെ 2003 കഴിഞ്ഞ് 2004 ബെന്നിമട്ടിയുടെ കൂടെ ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു DM ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ആ കാലഘട്ടത്തിലാണ് ബ്ലഡ് ബാങ്കിൽ നിന്ന് വണ്ടിയിൽ വന്നിട്ട് ബ്ലഡ് എടുക്കുന്ന ഒരു പ്രക്രിയയുടെ 2004 മുതലാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നമുക്ക് തുടങ്ങാം, 2004 ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഭാഗമായി ഒരു ക്യാമ്പയിൻ ഒല്ലൂർ പനങ്കട്ടൂർ സ്കൂളിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഞാനും ബെന്നിമട്ടീൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യ ടൈമിന് ആൾ വരും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കും, എല്ലാം പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലൊന്നും നമുക്ക് ഇത്രയും ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബാലപഠനം പഠിച്ചു വരുന്ന സമയമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, DMO എന്ന് പറഞ്ഞിരുന്നു, ഒരു 150 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വണ്ടിയിൽ വന്ന് രക്തം എടുക്കാനുള്ള സാധ്യതയുള്ളൂ, അല്ലാത്ത പക്ഷം അവർക്ക് നഷ്ടമാണ്, അവർ പിൻവലിച്ചു പോകുന്നു പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ആകെ ഒരു 10 പേരാണ് രക്തം കൊടുക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബെന്നിമട്ടി വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഘട്ടമുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ സക്സസ് ആവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ച പ്രകാരം അവിടെ നിന്ന് ഒരു 19 പേരും പിന്നെ എവിടെ നിന്നൊക്കെയോ നോക്കുമ്പോൾ നമ്മളവിടെ 250 പേരെ രക്തം ആദ്യമായി തൃശ്ശൂർ ജില്ലയിൽ കൊടുത്ത ഒരു ക്ലബ്ബാണ് നമ്മുടെ ക്ലബ്ബായി മാറിയത്. അന്ന് അതിൻ്റെ ഒരു അവാർഡ് മേടിക്കാനുള്ള ചടങ്ങിൽ ബെന്നിയേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ യുവശബ്ദം ക്ലബ്ബ് എന്ന സംഘടന ഞങ്ങളവിടെ രൂപീകരിക്കുന്നത് 2004. ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു മാർഗനിർദ്ദേശം നൽകാനായിട്ട് നമ്മുടെ രക്ഷാധികാരിയായിട്ട് അതിൻ്റെ ചാർജ് എടുത്തതും ബെന്നിമട്ടിയായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10,000 രൂപ ഒരു മാസം ചെലവ് വരുന്നുണ്ട് നമ്മളൊരു കാര്യം. അതിലേക്ക് വളരെയധികം സാമ്പത്തിക സഹായം ചെയ്തിരുന്ന വ്യക്തിയാണ് ബെന്നിമട്ടി. പിന്നെ പറയാൻ വിചാരിച്ച കാര്യം 2004 മുതലുള്ള ക്യാമ്പിൽ നിന്ന് നമുക്ക് ഫുട്ബോളിൽ തന്നെ ഇന്ത്യൻ ടീമിൽ ഈ പ്രാവശ്യം ക്യാമ്പ് ലഭിച്ച ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ആയിട്ടുള്ള ക്യാമ്പിലേക്ക് കേരളത്തിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തതിന് 2 കുട്ടികൾ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് കളിച്ചു വളർന്ന കുട്ടികളാണ്. 2004 മുതലുള്ള ക്ലബിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്കും ഒരു കാൽവെപ്പാണത്. കാരണം ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ബോളിൽ തന്നെ 2 കുട്ടികൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അങ്ങനെ ഭാവിയിൽ നമുക്കൊരു ഘട്ടത്തിൽ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സഹായം എവിടുന്നെങ്കിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാനുള്ള സാധ്യത ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിയത് ഞാൻ ബെന്നിമട്ടിയിൽ നിന്നാണ്. അങ്ങനെ തുടർന്ന് പല കാര്യങ്ങളിലും ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നീയും ബെന്നിമട്ടിയും തമ്മിലാണ് അനന്ത ബന്ധം, നിങ്ങൾ തമ്മിൽ ഡീപ്പ് ബന്ധമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 2003 വരുമ്പോൾ അദ്ദേഹം ഇവിടെ ജോയ്സൺ പോൾ സൂചിപ്പിച്ച പോലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് 4 ആൾക്കാരെ ഉയർന്ന ഒരു വ്യാപാരി മേഖലയിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടണം. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന സംഘടന മികച്ച രീതിയിലേക്ക് വളർന്നു വരണമെന്നൊരു ആഗ്രഹമുള്ള സമയമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിവിടെ തൃശ്ശൂർ ജില്ലയിലെ എല്ലായിടത്തും ബോർഡുകളായാലും അതുപോലെ തന്നെ പോസ്റ്ററുകളായാലും തന്നു കഴിഞ്ഞാൽ ഒട്ടിക്കാം, അതിനുള്ള സൗകര്യം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നിയേട്ടന് അത് അത്രയും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇപ്പോൾ ബെന്നിമട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ആളും വരും. ഇത്ര വലിയ നേതാവാണ്, അദ്ദേഹത്തിന് വരേണ്ട കാര്യം ഒരു വീട്ടിലിരിക്കാം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ 10-30 കുട്ടികൾ ഒരുമിച്ചാണ് ഇറങ്ങുക. അപ്പോൾ അതിലുള്ള 2 പേരാണ് ഈ അക്കുടും കുമാറയ്ക്കും. അന്ന് മുതലുള്ള ഒരു ബലം 10-40 കുട്ടികൾ ഒരുമിച്ച് ഇവിടുന്ന് വാടാനപ്പള്ളി വരെ നടന്നു പോവും, അതുപോലെ തന്നെ ഷൊർണൂർ വരെ നടന്നു പോവും, ചാലക്കുടി വരെ നടന്നു പോവും. ഇതിനൊപ്പം ബെന്നിമട്ടിയും കൂടിയുണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കുട്ടികൾ അദ്ദേഹത്തിന് എപ്പോഴും ഉറപ്പുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ചതിക്കില്ല എന്നുള്ളത്.
എനിക്കും ഉറപ്പുണ്ട് അദ്ദേഹം എന്നെയും ചതിക്കുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്, അവർക്കൊന്നും ഉറപ്പുണ്ട് ഞാൻ അങ്ങോട്ടും ചതിക്കില്ല, അവരിങ്ങോട്ടും ചതിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം സംഘടനയുടെ ഉയർന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത്, വ്യാപാരിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത്, ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും പ്രചാരണം കയറ്റാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പോയിട്ടുണ്ട്, ഒരു 10-40 കുട്ടികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രചരണത്തിൻ്റെ ഒരു വലിയൊരു ഘട്ടം സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഈ കൊല്ലം നിയമസഭ ഇലക്ഷനിൽ ഞങ്ങൾ ഷംസീറിൻ്റെ ആയാലും എം സ്വരാജിൻ്റെ ആയാലും അതുപോലെ 4-5 MLA-മാരുടെ എല്ലാ വർക്കുകളും ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളുടെ കൂട്ടുകാരും കൂടിയിട്ട്. അപ്പോൾ അത്രയും ഒരു പ്രവർത്തനത്തിലുള്ള മുൻതൂക്കം നൽകിയത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ബാലപാഠങ്ങളാണ്. അദ്ദേഹം എപ്പോഴും നമ്മളെ ഒരു രണ്ടാമനായിട്ട് കണ്ടിട്ടില്ല, നമ്മളെ ഒപ്പം എത്തിക്കൊണ്ടുപോകണമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഡ്രൈവറായാലും അദ്ദേഹത്തിന് കൂടെ വരുന്ന ആരാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം ഒപ്പം തന്നെ എത്തി എല്ലാവർക്കും ഭക്ഷണം ഒരുമിച്ച് ഒരേപോലെ വിളമ്പി കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചോദിക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്തിനാണ് ഒരുമിച്ച്, ഫണ്ട് കുറേ ചിലവ് വരുമല്ലോ. അപ്പോൾ ചോദിക്കാറുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ EP ജയരാജൻ എങ്ങനെയാണോ അദ്ദേഹത്തിനോട് ചെയ്ത് കാണിച്ചത് അതിൻ്റെ വഴിയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അത് EP ജയരാജൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ആരൊപ്പം കൂടെ നിന്നാലും ഉച്ചനേരത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ ഒരു ജാതിക്കുള്ള ആൾക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് എല്ലാവർക്കും അദ്ദേഹം ഭക്ഷണം മേടിച്ചു കൊടുക്കും. കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും, ഇപ്പോൾ എത്ര ചെറുവനാണോ വലിയവനെന്നോ കാശുള്ളവനാണോ കാശില്ലാത്തവനെന്നോ ഒരു വേർതിരിവ് EP ജയരാജൻ്റെ ഭാഗത്തില്ല. അതുപോലെ തന്നെയാണ് ബെന്യാമിൻ. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആർക്കായാലും ആ ഉച്ചനേരത്തുള്ള ഭക്ഷണമായാലും ഏത് നേരത്തായാലും എല്ലാം മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഗണത്തിൽപ്പെട്ട ആളാണ് ബെന്യാമിൻ. അദ്ദേഹം ചെയ്തു വെച്ച കുറേ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ക്ലബിൽ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊരു 10 കുട്ടികളെ സിവിൽ സർവീസായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 10 കുട്ടികളും ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല ഇന്ത്യയിലെ സിവിൽ സർവീസ് റാങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ 10 കുട്ടികൾ ആദ്യ സ്ഥാനത്തിൽ തന്നെ നേടിയെടുക്കാവുന്ന കുട്ടികളുടെ ഒരു ട്രെയിനിങ് ഞങ്ങളിവിടെ ബെന്യാമിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചെലവ് ഭാരിച്ച ചിലവാണ്. ഒരു മണിക്കൂറിന് 1500 രൂപ കൊടുത്തിട്ടാണ് ഒരു അധ്യാപകനെ നമ്മൾ കൊണ്ടുവരുന്നത്. ശനി ഞായറാണ് ക്യാമ്പ്. രണ്ട് വിഷയങ്ങളാണ് ഞങ്ങൾ എടുക്കുന്നത്, ഒന്ന് ഹിസ്റ്ററിയും ഒന്ന് പൊളിറ്റിക്സ് സയൻസും. ഇതിന് രണ്ടാൾക്കും ഒരു അധ്യാപകന് 3000 മറ്റേ അധ്യാപകന് 3000 വെച്ച് 6000 രൂപ ഒരാഴ്ചയിൽ നമ്മൾ പഠിപ്പിക്കാൻ തന്നെ കുട്ടികൾക്കുള്ള പഠനത്തിന് വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം ചെലവാക്കി. അദ്ദേഹം ഒരു മാസം ആൾക്ക് അദ്ദേഹം ഒരു 10 ലക്ഷം 11 ലക്ഷത്തിനടുത്ത് വാടക ആൾക്ക് നെറ്റ് വാടക, ഇപ്പോൾ ഞാൻ ആളുകൾ കൂടെയുള്ള കാര്യം കൊണ്ട് പറയുകയാണ്, ആൾക്കൊരു മാസം 11 ലക്ഷത്തിനടുത്ത് വാടക അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ അറിവിൽ തന്നെ ഒരു 6-7 കുട്ടികളെ ഡോക്ടർമാരാവാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന തലത്തിൽ കുട്ടികൾക്ക് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്ലബ്ബിൽ തന്നെ കുട്ടികൾക്ക് ബേസ്ബോൾ ബാറ്റ് ആണെങ്കിലായാലും എന്തിൻ്റെ ആണെങ്കിലും സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അപ്പോൾ തന്നെ കാശെടുത്ത് തരും, ആ കാര്യങ്ങൾ വേഗം പോയി ചെയ്യണമെന്ന് പറയും. അപ്പം അത്രയും സാമ്പത്തികമായിട്ട് അതൊരു പകുതി ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങൾ, ഇങ്ങനെ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന കാര്യം, അങ്ങനെ കുട്ടികളെ സ്കോളർഷിപ്പോട് കൂടി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പൊതുവെ ഇവിടെ ആർക്കറിയില്ല. അദ്ദേഹം അതൊരു രഹസ്യ സ്വഭാവമായിട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞു പോകാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ച് പറയുന്നതാണ്. അപ്പം അത്രയും നല്ല സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മരണസമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയത് വളരെ ഒരു സംഭവമായിട്ട് വേർപാടിൻ്റെ കൂടെ ഞാൻ ആ സമയത്തുണ്ടായിരുന്നു. അത് വളരെയധികം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 10-ാം തീയതി മരിക്കണൻ്റെ ആ വെള്ളിയാഴ്ച അദ്ദേഹം ഇങ്ങനെ 4 ദിവസം നടക്കുമ്പോൾ ഒരു നെഞ്ചിനൊരു വേദന, ഒരു കഥപ്പ് വരുമ്പോൾ അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച ഡോക്ടറെ അടുത്തേക്ക് പോകാൻ. വെള്ളിയാഴ്ച ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം 10 കൊല്ലം മുമ്പ് ഈ ആൻജിയോഗ്രാം ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ 2 സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇത് 10 കൊല്ലമാണല്ലോ അതിൻ്റെ കാലാവധി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ഭയം ആളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്യാൻ പോയത്, അവിടെ ടെസ്റ്റ് അടിക്കാൻ പോയത്. അപ്പോൾ അദ്ദേഹത്തിന് അക്യും അതേപോലെ TMT ഒക്കെ എടുത്തപ്പോൾ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മരുന്നോ പോവും,
ഇത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, അത് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ബെന്യാടൻ പറഞ്ഞു അത് വേണ്ട, 10 കൊല്ലം മുമ്പ് ഇതേപോലെ തന്നെ പല ആശുപത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് എക്കോ എടുക്കാനും മറ്റെടുക്കണം, എന്നിട്ടൊന്നും എടുത്തൊന്നും ലഭിച്ചില്ല ഇതിൻ്റെ റിസൾട്ട്. ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഡോക്ടറോട് ബെന്യാടനാണ് അങ്ങോട്ട് പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യാം, ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം ബ്ലോക്ക് ഉണ്ടെങ്കിൽ കയ്യോടെ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റഡ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രക്രിയയ്ക്ക് പോകാൻ തോന്നും. അപ്പോൾ ഡോക്ടറിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞ കൂടി വന്ന 2 ബ്ലോക്കാണ് കൂടി വന്ന സാധ്യതയുള്ളൂ. അങ്ങനെ ആ ഒരു പാക്കേജാണ് അവിടെ ആശുപത്രിയിൽ 2,30,000 ഒരു പാക്കേജാണ്. ആ പാക്കേജ് പ്രകാരം ഞങ്ങൾ ബുധനാഴ്ച പോവാണ്. അപ്പോൾ പോകുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ഭയം അദ്ദേഹത്തിന് ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം മുമ്പ് ചെയ്തതാണ്, ആകെ 15 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ആൾ തിരിച്ചു വന്ന കേസാണ്. നമുക്ക് ആസ്റ്റർ മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ ചില്ലുകൂടാണ്. ആശുപത്രിയിൽ അപ്പുറത്ത് നടക്കുന്ന കാര്യം നമുക്ക് ഇപ്പോഴത്തെ നിന്ന് ലൈവായിട്ട് കാണാം. ആർക്കും ഭയപ്പെടേണ്ട, രോഗിക്കും ഭയപ്പെടേണ്ട, കാണാൻ വരുന്ന ആൾക്കാർക്കും ഭയപ്പെടേണ്ട. അങ്ങനെ ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൻജിയോഗ്രാമിലാണ് അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് രാവിലെ 8 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത്. 8 മണിക്ക് എത്താനായിട്ടുള്ള ഇതിൽ ഞാൻ വളരെ വൈകിയെങ്കിൽ പിന്നെ നല്ല മഴയായതുകൊണ്ട് അല്ലാത്ത പക്ഷം ഞങ്ങൾ ഒരു സെൻറ്ററിൽ ഞാൻ വണ്ടി വെച്ചതിന് ശേഷം അവിടെ നിന്ന് കയറി പോവാണ് പതിവ്. അന്നത്തെ ദിവസം ഞാൻ പറയും വണ്ടി വീട്ടിലാണ്, മഴ നനഞ്ഞ് വരാൻ പറ്റില്ല, ഒരു വണ്ടി ഇങ്ങോട്ട് വീട്ടിലേക്ക് എടുക്കുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ദേ വരുന്നെന്ന് വന്നു. അന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു പ്രത്യേകത, ആള് ഇന്ന് വരെ ഷർട്ടും പാൻറ്റില്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആളൊരു ബനിയൻ ധരിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ടീഷർട്ട് കുട്ടികളുടെ ക്യാമ്പിലേക്കുള്ള ഇതിലാണോ എന്ന് ചോദിച്ചു. ആളെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കണ, ഞങ്ങൾ ഇരിക്കുമ്പോൾ അതേപോലെയാണ് അങ്ങോട്ട് ഇങ്ങോട്ടും പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ചായക്കടയിൽ വളരെ വൈകി, അപ്പോൾ 8 മണിക്ക് മുമ്പ് അല്ല 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം, 8 മണിക്ക് ശേഷം ഒന്നും പാടില്ല, അവിടെ റിസൾട്ട് എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിൽ വെച്ചൊരു ഭക്ഷണ കടയിൽ കയറി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ശരവും നമ്പവൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിവില്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താ അദ്ദേഹം അതിനായിട്ട് മുമ്പ് ഒരു 20 ദിവസം യൂറോപ്പ് ട്രിപ്പിന് പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അജിത്ത നീ എന്താ യൂറോപ്പ് ട്രിപ്പിന് വരാണ്ടെന്ന്, നിനക്ക് എൻ്റെ കൂടെ വരായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 22 ദിവസം, പിന്നെ അത് മാത്രമല്ല 5-6 ലക്ഷം രൂപ ചിലവുണ്ട്, ആ ചിലവ് നമ്മൾ വെറുതെ ഒരാളെ കടം പറ്റിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ട് വരാത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ നിന്നവർ മിക്ക ആൾക്കാരും കാശ് കണ്ടാൽ ചതിക്കുന്ന ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിന്നവർ പലരും ചതിച്ചിട്ടുണ്ട്. അപ്പോൾ ജോസാണെങ്കിലും പ്ലാശ്ശേരിക്കായാലും അദ്ദേഹത്തിന് കൂടെ നടന്ന പല ആൾക്കാരും അദ്ദേഹത്തെ ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാലോ. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു പലരും എൻ്റെ പേര് വെച്ചിട്ട് കാശ് ഉണ്ടാക്കേണ്ടത്, എനിക്ക് അതേപോലെ കാശ് ഉണ്ടാക്കി കൂടെ ചോദിച്ചു. എന്നോട് ചോദിച്ച കാര്യമാണ് മരിക്കാനായിട്ട് മുമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാ എനിക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് കാശ് ഉണ്ടാക്കണം, അപ്പോൾ നിങ്ങളെ ചതിക്കുന്നതിൻ്റെ തുല്യല്ലേ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ഞാൻ പറഞ്ഞു അധികാരമാണ് ഏറ്റവും വലിയത്, അധികാരം വന്നു കഴിഞ്ഞാൽ പണമൊക്കെ രണ്ടാമതാണ്. അധികാരത്തിന് എന്ത് വേണം, നമുക്ക് അണികൾ വേണം, അണികൾ ഉണ്ടെങ്കിൽ എന്തായി നേതാവായി, നേതാവായി എന്തായി അധികാരമായി. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ നടന്നിട്ട് എനിക്ക് സംഘടനാ വർക്ക് കറക്റ്റായിട്ട് അറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതുപോലെ തന്നെ എൻ്റെ കൂടെ 19 അണികൾ ഏത് നേരം വിളിച്ചാൽ വരുന്ന അണികളും ഉണ്ട്. ഇപ്പം അഖിൽ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ബേസ്ബോളിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തി, അതുപോലെ തന്നെ ഹോക്കിൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തി. എത്ര മനോഹരമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 പേരൊക്കെ വെച്ചിട്ടാണ് വലിയ വലിയ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്താം. ഇപ്പോൾ ഫീൽഡ് തന്നെ ചോദിച്ചിട്ട് റഗ്ബി നടത്തുമ്പോൾ ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താണ് ഇത്രയും ചാമ്പ്യൻഷിപ്പ് നടത്തിട്ട് പല സ്ഥലത്തും വെപ്രാളപ്പെട്ടിട്ട് ആൾക്കാർ നടത്തുന്നതാണ്, ഞങ്ങളിവിടെ 2 പേര് നിന്നിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സിമ്പിളായിട്ട് നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചത് നമ്മുടെ ബെന്നിയമ്പട്ടിയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിന്ന് ലഭിച്ച സംഘടനാ വർക്കാണ് എനിക്ക് ഏറ്റവും വലിയ ബലം. അധികാരം വന്നാൽ അല്ലെങ്കിൽ ഒരു നേതാവായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പണമൊക്കെ ഉണ്ടാക്കാൻ വലിയ മറ്റൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പണം കിട്ടും. ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ക്ലബ്ബ് നടത്തി പോലെ തന്നെ 10,000-70,000 മാസം ചിലവാണ്, അത് നമ്മൾ സിമ്പിളായിട്ട് കണ്ടെത്തുന്നു. അപ്പോൾ പണം രണ്ടാമതാണ്. പിന്നെ എന്നോട് പണം രണ്ടാമതാണ്. നമുക്ക് അധികാരത്തിന് എത്താനായിട്ടുള്ള സംഘടനാ പാഠവും നമുക്ക് ബെന്നിയേട്ടാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വ്യാപാരി ശബ്ദം എന്ന് പറഞ്ഞ മാസിക ഇറക്കിയിരുന്നു. അന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും മനസ്സിലായത്. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു, അതൊക്കെയും ഒരു ഘടകം തന്നെ. എന്നിരുന്നാലും വ്യാപാരി ശബ്ദം എന്ന് പറഞ്ഞ മാസിക കേരളം ഒട്ടാകെ ഇറങ്ങുന്ന ഒരു മാസികയാണ്. ഒരു 40,000-50,000 കോപ്പി അടിക്കുന്ന
ഒരു മാസികയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ സുനിയാറിനറിയാം, സാഹിത്യ അക്കാദമിയിൽ വിപിൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിൻ്റെ പേപ്പർ വർക്കും പ്രൂഫൊക്കെ ചെയ്തത്. അദ്ദേഹം 7 മണി 8 മണി വരെ രാത്രിയിൽ സാഹിത്യ അക്കാദമിയിലത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഓഫീസിലേക്ക് വരെ. അപ്പോൾ ഈ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ടൈപ്പ് ചെയ്ത് കാര്യം ടൈപ്പ് ചെയ്ത് അതിൻ്റെ പ്രൂഫ് എടുത്ത് അങ്ങനെ അതിൻ്റെ പ്രൂഫ് വായിച്ച് നോക്കി ഒരു ഏട് പോലും ആ ഏടിൽ ഒരു വള്ളി പോലും തെറ്റാതെ ബെന്നിമിട്ട് രാത്രി 3 മണി 4 മണി വരെ ഒരു 10-15 ദിവസം അടുപ്പിച്ച് ഇരിക്കും. രാത്രി 3-3:30 വരെ രാത്രി. അപ്പം ഞാൻ ചോദിക്കും, മനുഷ്യ നമുക്ക് പോയി കിടന്നുറയിക്കൂടെ? ഇത്രയും നോക്കി ഇരുന്നിട്ട് വല്ല കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും ഇതൊന്നും വായിച്ചു നോക്കില്ല, ചിലർ പടം നോക്കും, മറിച്ച് നോക്കും. ഇത്രയും ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയും അത് ശരിയാവില്ല, നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യണം. പിന്നെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മളോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നീയാന്ന് നിനക്ക് തോന്നാൻ പാടില്ല. നീയാന്ന് നിനക്ക് തോന്നി കഴിഞ്ഞാൽ എന്തോ പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവർത്തനമായി മാറും. അതെന്നും എൻ്റെ ചെവിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ബെന്നേട്ടൻ വന്നപ്പോൾ എന്നെ ജോയ്സാട്ടനായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമ്മളൊരു സംഘടനയിൽ മികച്ച രീതിയിൽ ഒരു കയറി വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്, നീയാന്ന് നിനക്ക് തോന്നാൻ പാടില്ല. നീയാന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തോ ഞാൻ വലിയ ആളാന്ന് എനിക്ക് തന്നെ തോന്നും. അത് നമ്മുടെ ക്ലബിലത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കിയപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളൊപ്പം തന്നെ അവരെ പോലെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊരു സംഘടനൻ്റെ ഇത്രയും കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ക്ലബിൽ ഈ കൊല്ലം തന്നെ രജിസ്റ്റർ ചെയ്ത് 750 കുട്ടികളാണ്. വേണമെങ്കിൽ എനിക്ക് അവരെ പോലെ തന്നെ ഞാൻ വലിയ ആളാണ്, പ്രസിഡൻ്റാണ്, അതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോഴും കുട്ടികളുടെ കൂടെ ആണ്, ഒപ്പം തന്നെയുണ്ട് അവരുടെ കൂടെ. അപ്പോൾ അത് നമ്മുടെ ബെന്നിമറ്റിൽ നിന്ന ഏറ്റവും വലിയ അറിവാണ്. നീയാണെന്ന് നിനക്ക് തോന്നാൻ പാടില്ല എന്നുള്ളൊരു അറിവ്. അതെന്നും എന്നോട് എപ്പോഴും പറയാറുണ്ട്. അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ വത്തി 8 മണിയായിക്കോ നമ്മൾ ആളെ ബ്ലഡ് എടുക്കാനായിട്ട് വിളിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ആളുടെ കൂടെ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭയമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഈ സംഘടന പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം അവിടെ ലഭിച്ചു. നമ്മൾ നേഴ്സുമാരൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു, UN എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയിരുന്നു. അവിടുത്തെ സ്റ്റാഫുകൾ മുഴുവൻ UN മെമ്പർമാരാണ്. ഈ ആശുപത്രിയിൽ നടക്കുന്ന ICUലുള്ള സ്റ്റാഫുകൾ മുഴുവൻ. അതോടൊപ്പം തന്നെ മിഷൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 2 നേഴ്സുമാരാണ് ബെന്നിയുടെ ബെഡിലേക്കുള്ള സ്റ്റാഫുകൾ. അപ്പോൾ ബെന്നിമട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല, ICUൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. ആകെ 2 മിനിറ്റ് നേരം കണ്ട് പോകണം. ഞങ്ങളാണെങ്കിൽ ഇവർ പറയും വക്കീലിനെ വിളിക്കും അല്ലെങ്കിൽ ചേച്ചിനെ വിളിക്കും. ഞങ്ങളിവിടെ ഏത് നേരം ആശുപത്രിയിൽ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു അവിടെ ബെഡിൽ. ഒപ്പം തന്നെ ആരുമില്ല, ഡോക്ടർമാർ പിന്നെ അറിയുന്ന ഡോക്ടർമാരായതുകൊണ്ട് അവരും കുഴപ്പമില്ല. അങ്ങനെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് എടുക്കാനായിട്ട് പോയി. 10 മണിക്ക് ഓപ്പറേഷൻ ആരംഭിക്കണം. അന്നത്തെ ദിവസം 5 ഓപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ഓപ്പറേഷൻ നമ്മുടെയാണ്, ബെന്നിമട്ടിയുടെ പേരാണ്. അങ്ങനെ നമ്മുടെ റിസൾട്ട് കിട്ടാൻ HIV പോലുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ ബെന്നിയുടെ ഒരു ശോചിതമായൊരു ശൈലിയുണ്ട്, മറ്റാൾ പോകട്ടെ, രണ്ടാമത്തെ ആൾ കയറി പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആളെ കയറ്റി വിട്ടു. അപ്പോൾ ഡോക്ടർ നേഴ്സുമാർ പറഞ്ഞ 1/2 മണിക്കൂർ റിസൾട്ട് ഇട്ടിട്ട് ബെന്നിയേട്ടനെ കഴിഞ്ഞിട്ട് പോയാൽ മതിയില്ലേ ചോദിച്ചു. അപ്പോൾ ബെന്നിയേട്ടൻ പറഞ്ഞു വേണ്ട, രണ്ടാമത്തെ ആൾ കയറിക്കോട്ടെ എന്ന്. രണ്ടാമത്തെ ആൾ കയറിയപ്പോൾ അദ്ദേഹം ഒരു ഫേസ് മാസ്ക് വെച്ചൊരു പേഷ്യൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഒരു 3-3.5 മണിക്കൂർ എടുത്തു. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേസായിരുന്നു. അപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഈ ICUൻ്റെ കൂടെ അങ്ങോട്ടോടെ ആകെ ഒരു വെപ്രാളം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ ബെന്നിയോട് ചോദിച്ചു, നമുക്കിന്ന് വേണം, ഓപ്പറേഷൻ വേണം. അപ്പോൾ അതേ കൊണ്ട് കുഴപ്പമില്ല എന്ന്. അങ്ങനെ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ബ്രേക്ക് എടുത്തു. അപ്പോൾ മൂന്നാമത്തെ ഓപ്പറേഷൻ ആൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ചെയ്യണില്ല, ഞങ്ങൾ നാളെ ചെയ്യാൻ പറഞ്ഞിട്ട് മൂന്നാമത്തെ ആൾ അവിടെ പോയി. 5 ഓപ്പറേഷൻ ആയിരുന്നു, അതിൽ മൂന്നാമത്തെ ആൾ പോയി. രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അങ്ങനെ 4ാമത്തെ ഓപ്പറേഷൻ 2:30-2:30ക്ക് ആളെ കയറ്റി. 2:30 കയറ്റി ഒരു 4 മണി 4:30 ആയപ്പോൾ അദ്ദേഹം ഓപ്പറേഷൻ സക്സസ് ആയിട്ട് പോകും. അപ്പോൾ ബെന്നിയേട്ടൻ പറഞ്ഞാൽ എന്തായാലും ഇനി 5 മണി കഴിഞ്ഞാൽ നമ്മുടെ കയറാൻ കുഴപ്പമില്ലെങ്കിൽ പേടിക്കാതെ പറഞ്ഞു. അങ്ങനെ 5:30-5:30ക്കാണ് അദ്ദേഹത്തിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അതിൻ്റെ പ്രാരംഭഘട്ടം ചെയ്തു. ഒരു 6-6:15 ഡോക്ടർമാർ നമ്മൾ വിളിച്ചു. ആൻജിയോഗ്രാം തുടങ്ങി. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിട്ട് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം കാണിക്കേണ്ടത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. അപ്പോൾ 2 ബ്ലോക്ക് ഉണ്ടെന്ന്, ഒന്ന് അവിടെ നിന്ന് കാണിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചു 2. അപ്പോൾ 2 ബ്ലോക്ക് ഇടുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 ബ്ലോക്ക് എന്നുള്ള ഇതിലാണ് നമ്മൾ കണ്ടത്. അങ്ങനെ
ഈ ബ്ലോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു പഴയ ഇട്ട ബ്ലോക്കിൽ ഒരു അടവ് തുടങ്ങിയിട്ടുണ്ട്, അപ്പം അത് ലേസർ ചെയ്യണം. അപ്പം നമ്മളിവിടെ 2,30,000 പറഞ്ഞത് ഒരു പാക്കേജാണ്, ഇൻഷുറൻസ് പാക്കേജാണ്. അപ്പോൾ ഈ ലേസർ ചെയ്യുമ്പോൾ പഴയതുള്ള ഇതിന് ലേസർ ചെയ്യുമ്പോൾ അതിന് 2 ലക്ഷം കൂടി കൂടുതൽ വരും. അപ്പോൾ അത് ഭാഗമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, അടിയിലേക്ക് പോകണം, ഇൻഷുറൻസിലേക്ക് പോകണം, എമൗണ്ട് മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഇൻഷുറൻസിലേക്ക് പോയി. ഇൻഷുറൻസിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള എല്ലാ പേപ്പറുകളും കഴിഞ്ഞപ്പോൾ മോളിലേക്ക് കയറി വന്നപ്പോൾ അവിടുത്തെ ഐസിയുവിന് മുമ്പിലുള്ള സെക്യൂരിറ്റി പറഞ്ഞു അത്യാവശ്യമായിട്ട് ഉള്ളിലേക്ക് കയറണം, ആശുപത്രി ഐസിയുലേക്ക് കയറണം. അങ്ങനെ ഐസിയുലേക്ക് ചെന്നു. അപ്പോൾ ഐസിയുയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു BP വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു BP കുറയാൻ ഒരു സാധ്യതയില്ല, ഭയം വരുമ്പോഴാണ് BP കുറയുന്നത് കൂടുതൽ. അദ്ദേഹത്തിന് ഈ ഓപ്പറേഷനിൽ വരുമ്പോൾ വളരെ സന്തോഷം എടുക്കരുത്. അപ്പോൾ ഓപ്പറേഷൻ കയറാനായിട്ട് 5 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, അന്ന് ഈ സിനിമ കണ്ടിരിക്കട്ടോ, ഞാൻ അരമണിക്കൂറിൽ തിരിച്ചു വരാം, അപ്പോൾ നീ ഏതാ പടം എന്ന് വെച്ചാൽ കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചു തന്നോളൂ, അതിനർത്ഥമായിട്ട് മനസ്സിലായി, അപ്പോൾ അത് കണ്ടിട്ട് തന്നോളൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ തരാം എന്ന് പറഞ്ഞ് നിന്നു. അത്രയും സന്തോഷമായിട്ടാണ് അദ്ദേഹം പോയത്. അങ്ങനെ BP കുറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു അല്ല ഡോക്ടർമാർ ഇപ്പോൾ വരും, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് BP ഭയങ്കര ലോ ആയി, ഒപ്പം തന്നെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, മൈനർ അറ്റാക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടർമാരുടെ ഒരു ഇത് കണ്ടപ്പോൾ മനസ്സിനൊരു വിഷമമായി നമുക്ക്. അതായത് ഇതുവരെ കണ്ട ഒരു മുഖമല്ല ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക്, നമുക്ക് എന്തൊരു പന്തികേട്ട് കിട്ടിയ പോലെ തോന്നും. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ നേഴ്സുമാരുടെ നേതാവ് ഷാനെ അപ്പം തന്നെ വിളിച്ചു, ജാഷ് ഇങ്ങനൊരു അത്യാവശ്യ കാര്യമുണ്ട്, എന്ത് ഭാഗത്തിന് അവൻ അപ്പം തന്നെ ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആപത്ത് കാണാനുണ്ട്, എന്താണെന്ന് കറക്റ്റ് പിക്ചർ നോക്കാൻ പറഞ്ഞു. 5 മിനിറ്റിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അദ്ദേഹം നമ്മെ വിട്ടു പോയിരുന്നു. ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, BP ഡൗൺ ആയി, രക്തം ഹാർട്ടിലേക്ക് വരാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്നു, ആള് മരണപ്പെട്ടു. നീ അവിടെ പോയി സംസാരിച്ചു, അല്ലെങ്കിൽ അവർ വെന്റിലേറ്ററിൽ വെച്ചിട്ട് വെറുതെ നമ്മളെ പറ്റിക്കുള്ളൂ. അങ്ങനെ ചെറിയൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോയി. ഞങ്ങൾ ആശുപത്രിയുടെ തിയേറ്ററിലേക്ക് തിയേറ്ററിൽ കയറി വഴിക്ക് തന്നെ മനോരമ പത്രത്തിൽ നിന്ന് വിളി വരാണ്, ഇങ്ങനെ ബെന്നിമട്ടിയും അന്തരിച്ചതായിട്ട് അറിയാൻ സാധിച്ചു, നിങ്ങളുടെ നമ്പറൊന്നും തന്നത് കറക്റ്റ് കാര്യമാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞ് സ്ഥിരീകരിച്ചിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിൽ കിടക്കണം. വെന്റിലേറ്റർ ഇടുമ്പോൾ സാധാരണ മനുഷ്യങ്ങളെ ശ്വസിക്കുന്ന പോലെ നല്ല രീതിയിൽ ശ്വസിക്കുന്നു. അപ്പം തന്നെ ഞാൻ മനോരമക്കാരെ വിളിച്ച് പറഞ്ഞു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഒരു കിട്ടട്ടെ എന്ന് പറഞ്ഞു. നമുക്കിതറിയില്ല, വെന്റിലേറ്റർ കിട്ടിയിങ്ങനെ നമുക്ക് ലൈവായിട്ട് ജീവൻ നിൽക്കണ പോലെ തുടിപ്പുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഡോക്ടർ പറഞ്ഞ അത് കഴിഞ്ഞ് അത് ഊരിയ അപ്പം തന്നെ അദ്ദേഹം പരിപാടി കഴിഞ്ഞു. നിങ്ങളടുത്ത കാര്യങ്ങൾ നോക്കിയതാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, നമ്മളാകെ തരിച്ചു. അപ്പോൾ തന്നെ ഞാൻ ജോയ്പ്രാശ്വര്യം വിളിച്ചു, അതേപോലെ തന്നെ പാർട്ടിയിലത്തെ ഷാജാനും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി, എങ്ങനെയും പെട്ടെന്ന് എല്ലാവരും എത്തണം. കാരണം നമ്മളാകെ ഒപ്പം നിന്ന ആള് പെട്ടെന്ന്, അതായത് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വേറെ ഇപ്പം മരണപ്പെടും എന്നുള്ളൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. ഇത് വളരെ സന്തോഷിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്നൊരു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, നമ്മളാകെ തരിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നീ ആ റൂമിലിരിക്കുക, നീ നിൽക്കല്ലേ, നീ ആകെ തളർന്നു പോകുന്നു. കുറേ വെള്ളം കുടിച്ചു, അവിടെ എത്തി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചു, എൻ്റെ മകൻ അവിടേക്ക് വരുന്നുണ്ട്, എന്ത് കാര്യങ്ങളും അവൻ ചെയ്യുന്നു. അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, ടോണി എന്ന് പറഞ്ഞ പയ്യനാണ്. അദ്ദേഹം അവിടെ വന്നതോടുകൂടി പിന്നെ അവനാണ് അവിടുത്തെ ആശുപത്രിയിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. നമ്മളാകെ എന്തെന്ന് തരിച്ചുപോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത, നമുക്ക് നടക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോഴാണ് നമ്മുടെ ഈ MM പരീക്ഷയുടെ മകനായ ടോണി വന്നത്. അവനും പിന്നെ ഇവിടുത്തെ മൈലിപ്പാടത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായി ആൻ്റണി വന്നിരുന്നു. അവർ രണ്ടുപേരും കൂടിയിട്ട് ആശുപത്രിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്ക് ബനിയാണിന് ഇടാനുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യം ചെയ്ത് വൃത്തിയാക്കി തന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങൾ
ഇപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആള് ചെയ്തു വെച്ച ഓരോ കാൽവെപ്പിലൂടെയാണ് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും നിലനിർത്തേണ്ടത് നമുക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്കുള്ളൊരു പ്രതിഫലമായിട്ട് നമ്മളത് എന്നും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഒരു ഫൗണ്ടേഷനും അതുപോലെ തന്നെ ട്രസ്റ്റും രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന റൂം ഫൗണ്ടേഷൻ്റെ പേരിലാക്കാനും അവരുടെ സ്വത്തും കാര്യങ്ങളും ട്രസ്റ്റിൻ്റെ പേരിലാക്കി ഒരു പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നമ്മൾ ഇന്നത്തെ യോഗം കഴിഞ്ഞാൽ തുടങ്ങാണ്. അദ്ദേഹത്തിൻ്റെ 41 കഴിഞ്ഞോടുകൂടി ട്രസ്റ്റും ഫൗണ്ടേഷനും രൂപീകരിച്ച് ആദ്യമേ തന്നെ അവരെ വീട്ടുകാർ പറഞ്ഞത് പഠിക്കുന്ന കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പും അതുപോലെ തന്നെ ഈ പ്രാവശ്യം A+8 കുട്ടികൾക്കുള്ള സ്വീകരണം തുടങ്ങിയ വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ച സംഗമ സാംസ്കാരിക വേദി, അതുപോലെ തന്നെ ബേസ്ബോൾ തുടങ്ങിയ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം അദ്ദേഹം എന്തൊക്കെ ചെലവ് ചെയ്തിരുന്നു ആ ചെലവുകളൊക്കെ അവരുടെ കുടുംബം നൽകാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന എല്ലാവരും ഒരുമിച്ച് കൂട്ടായ പ്രവർത്തിച്ചാൽ ബെന്നിമിട്ടി എന്നും ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ അടുത്ത ആൾ അല്ലെങ്കിൽ അടുത്ത തലമുറ അത് അങ്ങനെ കൈമാറി അദ്ദേഹത്തിൻ്റെ പേര് എന്നും നിലനിൽക്കാൻ നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പ്രവർത്തനത്തിനെ കുറിച്ചും അതേപോലെ നന്മകളെ കുറിച്ചും പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ചീത്ത വശമുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു പാടിരിക്കാൻ സാധിക്കില്ല. ആ ഒരു ചീത്ത വശത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവാനുള്ള കാരണം. ഞാൻ അദ്ദേഹത്തിന് കൂടെ എന്നുമുള്ള കാരണം കൊണ്ടാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു വ്യക്തി എന്നും അദ്ദേഹത്തിന് കൂടെ ചായ കൊടുക്കുന്നു, എന്നും ആളായിട്ട് സമ്പർക്കം വരുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തോട് പറയുകയാണ്. ഇപ്പോൾ ജോയിക്കുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് എന്നെ കൊണ്ടുവന്ന പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന ആളാണ്. ഞാൻ പറയാണ് ബെന്നിമിട്ടിയോട്, ജോയിസുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ജോയിസുമ്പോൾ ശരിയല്ല, ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞാൽ ബെന്നിമിട്ടി വേറെ ഒന്നും നോക്കില്ല, എൻ്റെ കാര്യം, എൻ്റെ ഒരു വാക്ക് മാത്രം ശ്രദ്ധിക്കണം. ഞാൻ എന്നും ആളെ വിളിക്കുന്നുണ്ട്, ആളുടെ കൂടെ എപ്പോഴും പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ച് എന്നുണ്ടാവും ജോയിസുമ്പോളായിട്ട് തെറ്റും. ഈ ഒരു വ്യക്തിപരമായിട്ട് ആർക്കും അദ്ദേഹത്തിന് ആരോടും ഒരു വൈരാഗ്യ ബുദ്ധി ഇല്ല. ഞാൻ ഇന്നും ഉള്ള കാരണം കൊണ്ടാണ് പറയുന്നത്, ആരോടും ഒരു വൈരാഗ്യ ബുദ്ധി ഇല്ല. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്ക്രൂ കേട്ടു, അതായത് ഞാൻ പറയണ ബെന്നിമിട്ടിയോട് ജോയിസുമ്പോൾ ശരിയല്ല കേട്ടോ, അല്ലെങ്കിൽ പ്രാശ്ശേരി ശരിയല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം അദ്ദേഹത്തിന് ചെവിയിൽ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ അദ്ദേഹം അതിലേക്ക് ഉൾക്കൊള്ളും. എന്നിട്ട് പെട്ടെന്ന് ഇവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും ഈ ശത്രുത, ചില ആൾക്കാരുടെ ശത്രുത ഉണ്ടാവുന്ന കാരണം. സ്വഭാവമായിട്ട് പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ശുദ്ധനും പാവമാണ്. ഇപ്പം നമ്മളൊരു അത്യാവശ്യമായിട്ട് കാശ് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തന്നെ ചിലപ്പോൾ ചീത്ത പറഞ്ഞു, എനിക്കൊന്നും കാശ് തരില്ലാട്ടാന്ന് പറയും. അല്ലെ ഞാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ നമ്മൾ വിളിക്കും, എനിക്ക് അത്ര വേണം. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇവിടെ വന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ തൃശ്ശൂർ സമിതിയുടെ ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ജോയ് പ്ലാശ്ശേരിയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ അവരുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരനായ രാവുണ്ണി സാറാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ അവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളിവിടെ സ്വാഗതം പറഞ്ഞത് സംഗമം സാംസ്കാരിക വേദിയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബെന്നിമിട്ടിയെ സാംസ്കാരിക മേഖലയിലേക്ക് വഴി നടത്തിയ ചാക്കോടി അന്തിക്കാടാണ്. അദ്ദേഹത്തെയും ഞാൻ അവരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച കലാനിലയം അനന്തപത്മനാഭൻ, അതുപോലെ തന്നെ TT ജെയിംസ്, ഡോക്ടർ KT ശ്രീജ, സേവ്യർ ചെറുത്ത്, ജോയ്സംപോൾ, റോബിൻ KS, CP റോയി, മുൻ സെക്രട്ടറി ആയിരുന്ന സുരേഷ് KT, അഖിൽ അനിരുദ്ധൻ, അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയിലത്തെ സ്റ്റാഫായ പിന്നെ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ മെമ്പറും കൂടിയായ സുനിലേട്ടൻ, അതോടൊപ്പം തന്നെ പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡന്റ് ജോസ് മണ്ണൂരി, അതോടൊപ്പം തന്നെ നമ്മുടെ ജോയ് മണ്ണൂരി, അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ കിഴക്കേക്കോട്ട CBA സെക്രട്ടറിയായ റോയേട്ടൻ,
തുടങ്ങി ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിയുണ്ട്. ഭാവിയിൽ ഫൗണ്ടേഷനിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം, സാമ്പത്തിക ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ സഹായം കൂടിയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. ഈ പാത്തോളിനോ ഫിലിംസ് ഭരത് പി ജാനനിയുടെ പേരിലുള്ള ദേശീയ അവാർഡിലേക്ക് വരുന്ന ഡോക്യുമെന്ററിയുടെ ഇനി മുതൽ ഭരത് പി ജാനനി അവാർഡ് ആയിരിക്കുമ്പോൾ തന്നെ ഇൻ മെമ്മറി ഓഫ് ബിന്നി മട്ടി എന്നുള്ള പേരിലാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ നാടക സിനിമ അഭിനയ പ്രതിഭ അവാർഡ് ഈ വർഷം 11ാമതായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴും ഇൻ മെമ്മറി ഓഫ് ബിന്നി മട്ടി എന്നുള്ള പേരിലാണ് പി ജാനനി അവാർഡ് നമ്മൾ സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ്മകളും പ്രതീക്ഷിക്കുന്നു. അവസാനം